മലപ്പുറം മൂത്തയിടത്ത് കുഴിയിൽ വീണ് കാട്ടാന ചെരിഞ്ഞു. കസേരക്കൊമ്പൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ആനയാണ് ചെരിഞ്ഞത്. മൂത്തയിടം ചോളമുണ്ടയിൽ ഇഷ്ടിക കളത്തിലെ കുഴിയിൽ വീണാണ് അപകടം. മുഹമ്മദ് ഷംസീർ ഉണ്ട് മലപ്പുറത്തു നിന്ന് വിവരങ്ങൾ നൽകാനായി. ഷംസീർ, എപ്പോഴാണ് ഈ ആന ഇഷ്ടിക കളത്തിലെ കുഴിയിൽ വീണത്? പിന്നീട് എന്ത് സംഭവിച്ചു? രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു? ജിൽസി, ഇന്നലെ രാത്രി സംഭവിച്ച അപകടമാണിത്. മലപ്പുറം മൂത്തേടം ചോളമുണ്ട എന്ന സ്ഥലത്തെ ഇഷ്ടിക കളം, അത് വനത്തോട് ചേർന്നുള്ള ഒരു ഇഷ്ടിക കളമാണ്. ഈ ഇഷ്ടിക കളം ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഇഷ്ടിക കളവുമല്ല. ഈ ഇഷ്ടിക കളത്തിലെ കുഴിയിലാണ് കാട്ടാന വീണത്. ഇത് നേരത്തെ 2-3 വർഷം മുൻപ് സെപ്റ്റിക് ടാങ്കായി ഉപയോഗിച്ചിരുന്ന കുഴി കൂടിയാണ്. ഈ കുഴിയിലാണ് കാട്ടാന വീണത്. ഇത് പൂർണ്ണമായ ഒരു ജനവാസ മേഖലയല്ലാത്തത് കൊണ്ട് തന്നെ ആന വീണ സമയത്ത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. എന്നാൽ പുലർച്ചെ സമയത്ത് ആനയുടെ അലർച്ച ഈ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ അപ്പുറത്തുകൂടെ പോകുമ്പോൾ കേട്ടിരുന്നുവെന്ന് പറയുന്നു. എന്നാൽ സ്ഥിരമായി ആനയുടെ ഒരു സാന്നിധ്യമുള്ള മേഖലയായതുകൊണ്ട് തന്നെ ആളുകൾ അത് ശ്രദ്ധിച്ചതുമില്ല. പിന്നീട് ഏകദേശം രാവിലെ ആകുമ്പോഴാണ് ഒരു ആനയെ ഈ കുഴിയിൽ കാണുന്നത്. ഈ കസേരക്കൊമ്പൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ആനയാണിത്. ഈ നേരത്തെ തന്നെ അവശനായ നിലയിലായിരുന്നു ആന എന്നാണ് ആളുകളൊക്കെ പറയുന്നത്. ഈ ശാരീരികമായി അത്ര സ്വാധീനമുള്ള ശേഷിയുള്ള ആനയായിരുന്നില്ല എന്നും പറയുന്നു. പലപ്പോഴും ജനവാസ മേഖലയെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ആനയാണ് ഇത് എന്നും കൂടി പറയുന്നുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ വീണിരിക്കുന്ന മേഖല അത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയല്ല. വനത്തോട് ചേർന്ന് തന്നെയുള്ള ഒരു പഴയ ഇഷ്ടിക കളത്തിലെ കുഴിയിലാണ് ഈ ആന വീണത്. ഇവിടെ നിന്നൊരു 500 മീറ്ററോളമെങ്കിലും മാറിയാണ് ആളുകൾ പാർക്കുന്ന മേഖലയുള്ളത് എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാകണം ഈ സംഭവം ഉണ്ടായപ്പോൾ ആന ഈ കുഴിയിൽ വീണപ്പോൾ ആരും അറിയാതിരുന്നതും. ഇത് വലിയ ആഴമുള്ള കുഴിയുമല്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്ന കാര്യം. വെള്ളമുള്ള കുഴിയുമല്ല. ഒരു പക്ഷേ ആന അവശ നിലയിലായതുകൊണ്ടാകാം ഈ അപകടത്തിൽപ്പെട്ടപ്പോൾ ചരിഞ്ഞത് എന്നതാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പ്രാഥമികമായ നിഗമനം. കാരണം ഇത് വലിയ വീണ് പരിക്കേറ്റ് ചരിയേണ്ട ഒരു സാഹചര്യം ഈ കുഴിയുടെ ആഴം വെച്ച് നോക്കുമ്പോഴില്ല. മാത്രമല്ല വെള്ളവുമില്ല. സെപ്റ്റിക് ടാങ്കിന്റേതായ സ്വഭാവം, അത് 2-3 വർഷം മുൻപ് ഉപയോഗിച്ചിരുന്ന സെപ്റ്റിക് ടാങ്ക് ആണെന്ന് പറയുന്നു. അപ്പോൾ സെപ്റ്റിക് ടാങ്കിന്റേതായ രീതിയിൽ വിഷവാതകമോ മറ്റോ ശ്വസിച്ച് ചെരിയേണ്ട സാഹചര്യവും നിലവിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആനയുടെ അവശനായ ആന ആയതുകൊണ്ടാകാം ആന ചെരിഞ്ഞത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കണക്കാക്കുന്നത്. ഏതായാലും ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. ഈ കുഴി സൈഡിൽ മണ്ണ് മാന്തി പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. JCB ഉൾപ്പെടെ അങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷം പുറത്തെത്തിക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങും. ഏതായാലും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. ഇത് ജനവാസ മേഖലയല്ല എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ആളുകളുടെ ജനവാസ മേഖലയിലേക്കും കൃഷിയിലേക്കും ഒക്കെ എത്തിയിരുന്ന ആന കൂടിയാണ്. ദിവസങ്ങൾക്ക് മുൻപ് അവിടെ വീടിന്റെ മതിൽ ഉൾപ്പെടെ തകർക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് ഈ ആന എന്നുകൂടി പ്രദേശവാസികൾ പറയുന്നുണ്ട്. അപ്പോഴും ഇങ്ങനെയൊരു അപകടം സംഭവിച്ചത് ആ പ്രദേശത്തുകാർ അറിഞ്ഞില്ല എന്നുള്ളത്. അങ്ങനെ അറിയാതിരിക്കാൻ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ആളുകൾ താമസിക്കുന്ന മേഖലയോട് ചേർന്നല്ല എന്നുള്ളതും, ആന കുഴിയിൽ വീണ സമയത്ത് ശബ്ദമുണ്ടാക്കിയെങ്കിലും അത് സ്ഥിരമായുള്ള ആനയുടെ സാന്നിധ്യം കൊണ്ട് അത് സാധാരണ പോലെ തന്നെ ആളുകൾ കണ്ടു എന്നുള്ളതുമാണ് പെട്ടെന്ന് ഈ അപകടം പുറത്തറിയാതിരിക്കാൻ കാരണം. ജിൽസി, ശരി, മുഹമ്മദ് ഷംസീർ ആണ് വിവരങ്ങൾ നൽകിയത്.